വിദേശ ഫുട്ബോൾ പരിശീലനത്തിന്റെ പേരിൽ കുട്ടിത്താരങ്ങളെ ചൂഷണം ചെയ്യുന്ന ഏജൻസികളെക്കുറിച്ചുള്ള മീഡിയ ഓൺ വാർത്തയിൽ പ്രതികരിച്ച് കായിക മന്ത്രി വി അബ്ദുറഹിമാൻ. പരാതികൾ ലഭിച്ചാൽ ഉടൻ നടപടിയെടുക്കുമെന്ന് മന്ത്രി പറഞ്ഞു. ഫുട്ബോൾ പരിശീലനത്തിനു വേണ്ടി എല്ലാ സൗകര്യങ്ങളും സർക്കാർ തന്നെ ലഭ്യമാക്കുന്നുണ്ടെന്നും വിദേശ പരിശീലനം ആവശ്യമുള്ള കുട്ടികളെ സർക്കാർ തന്നെ മുൻകൈയെടുത്ത് കൊണ്ടുപോകുമെന്നും മന്ത്രി പറഞ്ഞു. കഴിഞ്ഞ ദിവസമാണ് ഫുട്ബോൾ പരിശീലനത്തിന്റെ പേരിൽ യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് ലക്ഷങ്ങൾ ഫീസ് വാങ്ങി കുട്ടികളെ കൊണ്ടുപോകുന്ന ഏജൻസികളെക്കുറിച്ചുള്ള വാർത്ത മീഡിയ വൺ റിപ്പോർട്ട് ചെയ്തത്. ഈ വാർത്തയിലാണ് മന്ത്രിയുടെ പ്രതികരണം. അംഗീകാരമില്ലാത്ത ഇത്തരം ഏജൻസികളുടെയോ സംഘടനകളുടെയോ കീഴിൽ വിദേശത്തേക്ക് പോകുന്നത് നല്ലതല്ലെന്നും ഇത്തരം സർട്ടിഫിക്കറ്റുകൾ ഉപകാരപ്രദമല്ലെന്നും മന്ത്രി പറഞ്ഞു. മാതാപിതാക്കൾ ഈ കാര്യത്തിൽ ജാഗ്രത പുലർത്തണം. സ്പോർട്സ് കൗൺസിലിലോ ഫുട്ബോൾ അസോസിയേഷനിലോ അന്വേഷിക്കാതെ ഇത്തരം കാര്യങ്ങൾക്കായി പണം കൊടുക്കരുതെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. നമ്മൾ ധാരാളം ആളുകളെ പുറത്തുപോയി പരിശീലനം നടത്തേണ്ടതാണെങ്കിൽ അതിനേക്കാളുള്ള സഹായം നമ്മൾ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഇന്ത്യയിൽ തന്നെ ഏറ്റവും നല്ല പരിശീലനം ലഭ്യമാണ്. ഇപ്പോൾ വിദേശ രാജ്യങ്ങളിൽ പോയി പ്രാക്ടീസിന് പോകുന്നുണ്ടെങ്കിൽ, പരിശീലനത്തിന് പോകുന്നുണ്ടെങ്കിൽ ശ്രദ്ധിക്കേണ്ടതാണ്. ഒരു ബന്ധപ്പെട്ട സ്പോർട്സ് കൗൺസിലുമായി ബന്ധപ്പെട്ടതിന് ശേഷം അവരോട് അന്വേഷിച്ചതിന് ശേഷം അവർ പോകുന്നതായിരിക്കും നല്ലത്. യൂറോപ്യൻ രാജ്യങ്ങളിൽ ഫുട്ബോൾ പരിശീലനം എന്ന പേരിൽ വ്യാപക തട്ടിപ്പ് കേരളത്തിൽ നടക്കുന്നുണ്ടെന്ന് അടുത്തിടെ പരാതി ഉയർന്നിരുന്നു. ഇക്കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടി കായിക മന്ത്രിക്ക് പരാതി നൽകാൻ ഒരുങ്ങുകയാണ് പരിശീലകരുടെ സംഘടനയും അക്കാദമികളും. 1-2 മാസത്തെ പരിശീലനം കൊണ്ട് എന്ത് നേട്ടമാണ് കുട്ടികൾക്കുണ്ടാകുന്നതെന്ന ചോദ്യം മന്ത്രിയും ആവർത്തിക്കുകയാണ്. ഇത്തരം തട്ടിപ്പുകൾ നടത്തുന്നവർക്കെതിരെ കർശനമായ നടപടിയെടുക്കാൻ തന്നെയാണ് സർക്കാർ നീക്കം. അക്ഷയ് VS-നൊപ്പം നിതിൻ സേവ്യർ, മീഡിയ വൺ, കൊച്ചി.